ഷാഫി ചാലിം, ഇവിടെ സാധാരണഗതിയിൽ ഈ നിങ്ങളുടെ പാർട്ടിയും ഒരു എന്താണ് ഒഫീഷ്യലി കേഡർ പ്രസ്ഥാനം അല്ലെങ്കിൽ കൂടിയും ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മണക്കാട് തങ്ങൾ പറഞ്ഞതിനപ്പുറം ഒരു സ്വരം ഉയരാത്ത പാർട്ടിയാണ്. ഇവിടെ ഈ ഗഫൂറിനെതിരെ ഉയരുന്ന ഈ സോഷ്യൽ മീഡിയ കമന്റുകളെ സീരിയസ് ആയി കാണുന്നുണ്ടോ ഷാഫി ചാലിം? അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ നമുക്കറിയല്ലോ. അതൊക്കെ യാതൊരു എന്താ പറയുക, പല കേന്ദ്രങ്ങളിൽ നിന്നും പല ഫേക്ക് ഐഡിയിൽ നിന്നൊക്കെ വരുന്നവരാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മന്ത്രിമാരെ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ വലിയൊരു ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് മത്സരിച്ച മുഴുവൻ സീറ്റിലും വിജയിച്ച കോഴിക്കോട് ജില്ല. അതെ, ആ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 6 MLA-മാരുണ്ട്. അതിൽ നിന്ന് ഒരാൾ വന്നില്ല എന്നത് കുറച്ച് നേരം ഞങ്ങൾക്കൊരു മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. പക്ഷേ തങ്ങളത് മനോഹരമായി കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞത്. 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോടിന് ഒരു മന്ത്രി ഉണ്ടാവും, അത് ബഹുമാനപ്പെട്ട പാറക്കൽ അബ്ദുള്ള ആയിരിക്കുമെന്നത്. പിന്നെ ഗഫൂർ ഏതൊരു ഗഫൂറൊന്നല്ല, MSF-ലും യൂത്ത് ലീഗിലൊക്കെ വലിയ സ്ഥാനങ്ങൾ വഹിച്ച് എറണാകുളം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുകയാണ്. അതിനെക്കാട്ടി വലുതൊന്നുമല്ല മന്ത്രി പദവി. അപ്പോൾ പാർട്ടിയുടെ വലിയ ചുമതലയിരിക്കുന്ന ആളാണ്. തെക്കൻ മേഖലയിലേക്ക് ഒരു പ്രാതിനിധ്യം ഞങ്ങൾക്ക് അറിഞ്ഞു. കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ തെക്കൻ കേരളത്തിൽ വമ്പിച്ച മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള അത്തരം ജില്ലകളിലുള്ളവർക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് തെക്കൻ കേരളത്തിന് ഒരു പ്രാതിനിധ്യം കൊടുക്കാറുണ്ട്. മുമ്പ് ഹംസക്കുഞ്ഞ് ഡെപ്യൂട്ടി മേയറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സക്രിയ സെട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ എന്തായാലും കിട്ടുന്ന അധികാരത്തിൽ നിന്ന് ഒരു ചെറിയ പങ്ക് ആ തെക്കൻ കേരളത്തിനെയും മധ്യ കേരളത്തിനെയും അവരുടെ പ്രാതിനിധ്യം ആയിരിക്കാം ഗഫൂറിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കോഴിക്കോടിന് 2.5 വർഷം കഴിഞ്ഞാൽ പാറക്കൽ അബ്ദുള്ളക്ക് കൊടുക്കും. അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഇതിന് യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ 5,000 പേരുമാണ് നമുക്കറിയാം. ആകെ നിങ്ങൾക്ക് ഇത്ര പേരേ ഉള്ളൂ. പക്ഷേ കാസർഗോഡ് എല്ലാ കാലം അവഗണിക്കപ്പെട്ട സ്ഥലമാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതാ ഞാൻ പറയുന്നത്. ശരിയാണ്. AK മഷ്റഫ്, അതേപോലെ കോഴിക്കോട്ടെ റസാഖ് മാഷ്, അങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയി നോക്കുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട പലരും ഉണ്ട്. ഒരു 10 സീറ്റ് കോൺഗ്രസിന് മാറി 10 മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ വനിതകൾ വരും, MSF-കാരും വരും, ഒക്കെ ഞങ്ങൾ വരുമായിരുന്നു. ഞങ്ങൾക്ക് 5 എണ്ണമല്ലേ ഉള്ളൂ. ഒരു ബത്തൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കുകയായിരുന്നു. ഇത് 5 വകുപ്പല്ലേ തന്നത്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർക്ക് സീറ്റ് കിട്ടിയില്ല, അതിൽ വിഷമമുള്ളവരുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹണ്ടായിരിക്കും, കിട്ടിക്കൊണ്ടായില്ല. ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ നിന്ന് നിർബന്ധമായി നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ച പലരെയും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നും ഈ നാട്ടിൽ നടക്കില്ല. അപ്പോൾ ഓരോരുത്തരൊക്കെ അത് വിധിയായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു നിരാശയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. നാളത്തെ സത്യപ്രതിജ്ഞ വരെ ഈ വാർത്തകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, അത്രയേ ഉണ്ടാവുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.